ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, റെഡ്മിയുടെ പുതിയ സീരീസ് ആയിട്ടുള്ള ഒരു നോട്ട് സീരീസിൻ്റെ പുതിയ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് നോട്ട് 13 സീരീസാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിന് 3 വേരിയൻ്റ് ഉണ്ടാവും, അതായത് നോട്ട് 30, നോട്ട് 30 പ്രോ, നോട്ട് 30 പ്രോ പ്ലസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നോട്ട് 13 പ്രോ പ്ലസിനെ പറ്റിയുള്ളതാണ്. നമുക്കൊരു കർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആയിട്ടായിരിക്കും പുതിയ റെഡ്മിയുടെ ഫോൺ വരുന്നത്. മീഡിയാടെക്കിൻ്റെ 7200 അൾട്ര എന്നുള്ള ചിപ്സെറ്റ് വെച്ചായിരിക്കും ഈ ഫോണിവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 4nm പ്രൊസസ്സറാണ്. അത്യാവശ്യം ഈ റേഞ്ചിൽ കൊള്ളാം, തിരക്കില്ലാത്തൊരു പ്രൊസസ്സറാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിലെ ക്യാമറ എന്ന് പറയുന്നത് 200 MB മെയിൻ ക്യാമറ, 8 MB ഒരു അൾട്രാ വൈഡ്, 2 MB ഒരു മാക്രോ ലെൻസ്, അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൂടി വരുന്ന മോഡലാണിത്. ഇത് ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1800 നിറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഗോറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഡിസൈൻ വരുന്നത് ലെതർ ഡിസൈൻ തന്നെ വരുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഫോണിൽ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. അത് ചാർജ് ചെയ്യാനായിട്ട് 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ബോക്സിൻ്റെ തന്നെ ചാർജർ 120 വാട്ട് ഫാസ്റ്റർ നമുക്ക് ഏകദേശം ഒരു 17-20 മിനിറ്റിനകത്ത് നമുക്ക് 0 to 100 ഈസിലി ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു ഫോണായിട്ടാണ് വരുന്നത്. അതുപോലെ 5000 mAh നമുക്കൊരു ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം നോർമൽ യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 1 ഡേ മാക്സിമം നമുക്കൊരു 1 ഡേ ഒക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 16 MB ഫ്രണ്ട് ക്യാമറയാണ്. നമുക്ക് 16 MB ഫ്രണ്ട് ക്യാമറ വെച്ച് നമുക്ക് മാക്സിമം 1080p 30 FPS നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് ബാക്ക് ക്യാമറ 200 MB ബാക്ക് ക്യാമറ വെച്ച് നമുക്ക് 4K 60 FPS 4K 30 FPS നമുക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത്. ഇതുവരെയ്ക്കും ഒരു അപ്ഡേഷൻ നടന്നിട്ടില്ല. കാരണം ആൻഡ്രോയിഡ് 14 എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞു. ഇതുവരെയ്ക്കും ഒരു ആൻഡ്രോയിഡ് 14 വന്നിട്ടില്ല. ഇപ്പോഴും ആൻഡ്രോയിഡ് 13 ആണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ മോഡലും സെയിം ഇതുപോലെ തന്നെ വന്നത്. അതായത് 12 Pro ഇറങ്ങിയ സമയത്ത് ആൻഡ്രോയിഡ് 12 ആയിരുന്നു. അവർ ഒരു വർഷം അപ്ഡേറ്റ് കൊടുത്തു, ആൻഡ്രോയിഡ് 13 ആവും. ഇത് മിക്കവാറും അതേപോലെ തന്നെ വരാനാണ് ചാൻസ് കൂടുതൽ. ആൻഡ്രോയിഡ് 13 ഔട്ട് ഓഫ് ദി ബോക്സ് കൊടുക്കുന്നു, ഒരു വർഷത്തെ അപ്ഡേറ്റ് കാലം കൊടുക്കുന്നു. അങ്ങനെ ആൻഡ്രോയിഡ് 14 വരെ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. 9 5G ബാൻഡ് വരെ നമുക്ക് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് 5Gയുടെ എല്ലാ ബാൻഡും, അതായത് ഓൾമോസ്റ്റ് ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ ബാൻഡും തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഡിസൈൻ കാര്യങ്ങളൊക്കെ വെറൈറ്റി ഡിസൈൻ ആയിട്ടുണ്ട്. കാണാൻ കുറച്ചുകൂടെ പ്രീമിയം ഫീൽ ലുക്ക് കാര്യങ്ങളൊക്കെ ഫോൺ വന്നിട്ടുണ്ട്. നമ്മൾ പണ്ടത്തെ ടിപ്പിക്കൽ റെഡ്മിയെ കാട്ടിയും കുറച്ചുകൂടെ കാണുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേയും അതേപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് ഈ മോഡൽ വന്നിട്ടുള്ളത്. ഡബിൾ സ്റ്റീരിയോ സ്പീക്കർ, അതുപോലെ തന്നെ ഡോൾബി വിഷൻ്റെ സപ്പോർട്ട്, HDR 10+ സപ്പോർട്ട്, അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് റെഡ്മി ഫോണിൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നതും എല്ലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഫോണിൽ ഇപ്പോഴും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും തന്നെ ഉള്ളൂ. അടുത്തൊരു പുതിയ വീഡിയോ വീണ്ടും കാണുന്നവരേക്കും